വിയറ്റ്നാമിൽ നമ്മൾ കുരുമുളക് കൃഷിയെക്കുറിച്ച് പലരും വിയറ്റ്നാമിലെ കൃഷി രീതിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പം എല്ലാവരും ഒന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. കോൺക്രീറ്റ് പില്ലേഴ്സിലാണ് വിയറ്റ്നാമിൽ കുരുമുളക് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയതാ, അതേ രീതിയിൽ നമ്മുടെ കേരളത്തിൽ അതേ രീതിയിൽ തന്നെ വിയറ്റ്നാം മോഡലിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് പില്ലറിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ കാണിച്ചു തരാം. ഇതാണ് ജസ്റ്റ് താഴെ നിന്നും മുകളിൽ വരെ. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം മൂലവും ഒത്തിരി നന്നായിട്ട് മഴയൊക്കെ പെയ്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് അത്ര തിരി ഇടുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് എ മോഡൽ ഓഫ് വിയറ്റ്നാം ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് പില്ലേഴ്സാണ്. കോൺക്രീറ്റ് പില്ലറിലേക്ക് നമ്മൾ ഇവിടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഗുണം, നമ്മൾക്ക് മാനേജബിൾ ഹൈറ്റിൽ, ഇപ്പം മുകളിലേക്കൊരു 6 അടി അല്ലെങ്കിൽ 10 അടി എന്നുള്ളൊരു 15 അടി ഹൈറ്റിലേക്കാണ് ഇതിൻ്റെ പില്ലറിനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത്. പിന്നെ ആ പില്ലറിലേക്ക് നമ്മളുടെ പെപ്പറിനെ കയറ്റി വിട്ടിട്ടുണ്ട്. ആ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലാഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാർവെസ്റ്റിംഗ് എളുപ്പമായിരിക്കും. അതുപോലെ ഒരു കൺവീനിയൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പിന്നെ ഇത് കണ്ടോ, ഫുൾ കവറിങ് ആയിട്ട് എൻഷുർ ചെയ്ത് എല്ലാ സ്ഥലത്തു നിന്നും വെയിൽ കിട്ടത്തക്ക രീതിയിലാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റിയിലും ഇപ്പം കുരുമുളകിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. സൺ ലവിങ് ഉണ്ട്. സൺ ലവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോലും വലിയ കുഴപ്പമുണ്ടാക്കാത്തത്. പിന്നെ ഷെയ്ഡ് ലവിങ് ഉണ്ട്. അപ്പോൾ ഇതൊരു സൺ ലവിങ് പ്ലാന്റ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ വർഷം നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം പൊതുവേ തിരിയിടുന്നത് ഇത്തിരി കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന വ്യതിയാനം മൂലം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു മോഡലാണ്. ഇവിടെ നിന്നും അങ്ങേ അറ്റം വരെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാം.